സോ വെൽക്കം ബാക്ക്. അപ്പോൾ കുറച്ച് നാൾ മുമ്പ് മോട്ടറോള ഒരു എൻട്രി ലെവലായിട്ടുള്ള ഒരു മോട്ടോ G04 എന്നൊരു മോഡൽ കുറച്ച് നാൾ മുമ്പ് ഒരു 7,000 രൂപ പ്രൈസ് റേഞ്ചിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു സമയത്ത് ആ ഒരു പ്രൈസ് റേഞ്ചിൽ അത്യാവശ്യം നല്ലൊരു വാല്യൂ ഫോർ മണി ഫോണാണ്. അപ്പോൾ അതിൻ്റെ ഒരു പുതിയൊരു മോഡൽ എന്ന രീതിയിൽ മോട്ടോ G04S എന്ന പുതിയൊരു മോഡൽ കൂടി കഴിഞ്ഞ ദിവസം മോട്ടറോള ലോഞ്ച് ചെയ്തു. സെയിം പ്രൈസും ഓൾമോസ്റ്റ് സെയിം തന്നെയാണ്, ചെറിയ രീതിയിലുള്ള മാറ്റങ്ങൾ മാത്രമേ വരുന്നുള്ളൂ. അപ്പോൾ എന്തൊക്കെയാണ് നമുക്ക് 1 by 1 ആയിട്ട് നോക്കാം. സോ നേരെ വീഡിയോയിലോട്ട്. ഫസ്റ്റ് ഓഫ് ഓൾ ആയിട്ട് നമുക്ക് ഫോണിൻ്റെ പ്രൈസ് തന്നെ പറയാം. ഒറ്റ വേരിയൻറ്റ് മാത്രമേ വരുന്നുള്ളൂ. G04 2 വേരിയൻ്റ് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു, പക്ഷേ ഇവിടെ ഒറ്റ വേരിയൻറ്റ് മാത്രമേ വരുന്നുള്ളൂ. അത് 4GB 64GB ആണ്. ഇതിൻ്റെ പ്രൈസ് 6,999 ആണ്. അപ്പം 7,000 രൂപയുടെ ഒരൊറ്റ വേരിയൻറ്റ് മാത്രമേ ഇപ്പം ഫ്ലിപ്കാർട്ടിൽ അവൈലബിൾ ആയിട്ടുള്ളൂ. ഫസ്റ്റ് സെയിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് June 5 ഫ്ലിപ്കാർട്ടിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഇനി ബാക്കി ഡീറ്റെയിൽസിലേക്ക് വന്നു കഴിഞ്ഞാൽ ബിൽഡ് ആൻഡ് ഡിസൈൻ പ്ലാസ്റ്റിക്കിൻ്റെയാണ് ബിൽഡ്. എന്തായാലും ഈ ഒരു പ്രൈസ് റേഞ്ചിൽ പ്ലാസ്റ്റിക് അല്ലേ ഉണ്ടാവും. അപ്പോൾ കാണാൻ അത്യാവശ്യം നല്ല പ്രീമിയം ഗുഡ് ലുക്കിംഗ് ആയിട്ടുള്ള ഫോൺ തന്നെയാണ്. റിയർ സൈഡിലൊരു സിംഗിൾ ക്യാമറ സെറ്റപ്പാണ് കൊടുത്തിട്ടുള്ളത്. കാണാൻ നല്ല രസമൊക്കെ തന്നെയുണ്ട്. പിന്നീട് 2 കളർ വേരിയൻ്റ് അല്ല 4 കളർ വേരിയൻ്റ് ആയിട്ടോളം അവൈലബിൾ ആണ്. ഒന്ന് ബ്ലാക്ക്, പിന്നൊന്ന് ബ്ലൂ, പിന്നൊന്ന് ഗ്രീൻ, പിന്നൊന്ന് ഓറഞ്ച് കളർ വേരിയൻ്റ് കൂടെ വരുന്നുണ്ട്. എല്ലാം അത്യാവശ്യം കാണാൻ നല്ല ഗുഡ് ലുക്കിംഗ് ആയിട്ടുള്ള പ്രീമിയം ഡിസൈൻ തന്നെയാണ് ഈ ഒരു ഫോണിൻ്റെ ഭാഗത്തു നിന്ന് വരുന്നത്. വെയിറ്റ് പറയുകയാണെങ്കിൽ 178 ഗ്രാം വെയിറ്റും 8 mm തിക്നെസ്സാണ് വരുന്നത്. അത്യാവശ്യം നല്ല ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഫോൺ തന്നെയാണ്. സോ അങ്ങനെ അധികം വെയിറ്റും കാര്യങ്ങളും ഒന്നും തന്നെ വരുന്നില്ല. പിന്നീട് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ സൈഡ് മൗണ്ട് ആയിട്ടുള്ള ഫിംഗർ പ്രിൻറ്റ് സ്കാനറും ഡോൾബി അറ്റ്മോസ് ഒക്കെ തന്നെ ഈ ഒരു ഫോണിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇനി ഡിസ്പ്ലേ പറയുകയാണെങ്കിൽ 6.56 ഇഞ്ചിൻ്റെ ഒരു HD+ IPS LCD പാനലാണ് വരുന്നത്. 90 Hz റിഫ്രഷ് റേറ്റ് ഒക്കെ തന്നെ വരുന്നുണ്ട്. പിന്നീട് ഗൊറില്ല ഗ്ലാസ് 3യുടെ പ്രൊട്ടക്ഷനും നമുക്ക് ഫ്രണ്ടിൽ വരുന്നുണ്ട്. സോ ഈ ഒരു പ്രൈസ് പോയിന്റിൽ അത്യാവശ്യം ഒരു നോർമലായിട്ടുള്ള സെറ്റപ്പ്, ഈ ഒരു അത്യാവശ്യം നല്ല ഡിസ്പ്ലേ സെറ്റപ്പ് തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. സോ ഡിസ്പ്ലേയിലൊന്നും നമുക്ക് അങ്ങനെ ഇഷ്യൂസ് പറയാനില്ല. G04 കണ്ട സെയിം സെറ്റപ്പ് തന്നെയാണ്. പിന്നീട് ക്യാമറ ഇവിടെ നമുക്ക് വരുന്നത് 15 MB ആണ് പ്രൈമറി ക്യാമറ. പിന്നീട് 5 MP സെൽഫി ക്യാമറയും വരുന്നുണ്ട്. ഫുൾ HD ആയിട്ട് 13 FPS ഉള്ള വീഡിയോസ് നമുക്ക് ഫ്രണ്ടിലും റിയറിലൊക്കെ തന്നെ ഷൂട്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട്. അപ്പോൾ G04 വരുന്നത് നമുക്ക് 16 MB ക്യാമറയാണ്, പക്ഷേ ഇവിടെ നമുക്ക് 15 MB ക്യാമറ വരുന്നത് ഒരു അപ്ഗ്രേഡായിട്ട് പറയാവുന്ന ഒരു അപ്ഗ്രേഡായിട്ട് വന്നൊരു ഫീച്ചറാണ്. ഒരു അപ്ഗ്രേഡാണ് ആ ഒരു ക്യാമറ എന്ന് പറയുന്നത്. ഇനി പെർഫോമൻസിനെ പറ്റി പറയുകയാണെങ്കിൽ യൂണിസോക്കിൻ്റെ T606 എന്ന ഒരു പ്രോസസ്സറാണ് വരുന്നത്. 12 nm പ്രോസസ്സറാണ്. ബേസിക്കലി ഈ ഒരു എൻട്രി ലെവൽ ഫോണിൽ ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് സ്മൂത്തായിട്ട് തന്നെ എല്ലാ കാര്യങ്ങളും നമുക്ക് ഈ ഒരു പ്രോസസ്സർ വെച്ചുകൊണ്ട് നടത്താൻ പറ്റുന്ന ഒരു പ്രോസസ്സറാണ്. ഒരു ബേസിക്കലി ഗെയിമിങ്ങിനൊന്നല്ലല്ലോ ഈ ഒരു ഫോൺ വാങ്ങുന്നത്. അപ്പം എന്തൊക്കെയാണോ ഈ ഫോണിൽ നമുക്ക് നോർമലി ഡേ ടു ഡേ യൂസിന് ചെയ്യേണ്ട എല്ലാ കാര്യങ്ങളും നമുക്ക് നോർമലായിട്ട് തന്നെ ബഗ്ഗോ കാര്യങ്ങളൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് സ്മൂത്തായിട്ട് റൺ ആവുന്ന അത്യാവശ്യം നല്ല പെർഫോമൻസ് ഒക്കെ തന്നെ ഈ ഒരു പ്രൈസ് പോയിന്റിൽ വരുന്നുണ്ട്. ദെൻ 5000 mAh ബാറ്ററിയും 15 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് ഒക്കെ തന്നെ ബോക്സിനകത്ത് തന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ 6,999 രൂപയാണ് ഇതിൻ്റെ പ്രൈസ് റേഞ്ച് എന്ന് പറയുന്നത്. ആ ഒരു പ്രൈസ് പോയിന്റിൽ അത്യാവശ്യം നല്ല ഡിസൈൻ തന്നെയാണ് ഈ ഒരു മോട്ടറോള ഈ ഒരു ഫോണ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. നല്ല ഡിസ്പ്ലേ വരുന്നുണ്ട്, നല്ല ക്യാമറ വരുന്നുണ്ട്. ക്യാമറ ഈ ഒരു S മോഡലിലേക്ക് വരുമ്പോൾ അപ്ഗ്രേഡ് ആയിട്ട് ക്യാമറയിൽ മാറ്റം വരുന്നുണ്ട്. പിന്നീട് അത്യാവശ്യം പെർഫോമൻസ് ഒക്കെ തന്നെ നമുക്കങ്ങനെ പറയാനൊന്നും തന്നെ ഇല്ല, കാരണം ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ റൺ ആവാൻ വേണ്ടി പറ്റുന്ന പ്രോസസ്സർ തന്നെയാണ് വരുന്നത്. പിന്നീട് അത്യാവശ്യം നല്ല ബാറ്ററി ബാക്കപ്പും ഒരു നോർമലായിട്ടുള്ള 15 വാട്ടിലെ ചാർജറൊക്കെ തന്നെ വരുന്നുണ്ട്. അപ്പം ഈ ഒരു 7,000 രൂപ പ്രൈസ് പോയിന്റിലൊക്കെ തന്നെ നിങ്ങളൊരു വാല്യൂ ഫോർ മണി കൊടുക്കുന്ന പ്രൈസിന് അത്യാവശ്യം നല്ല വേർത്തായിട്ടുള്ള ഫോൺസൊക്കെ നോക്കുന്നുണ്ടെങ്കിൽ മോട്ടോ G04S എന്നുള്ളത് അത്യാവശ്യം നല്ലൊരു ഓപ്ഷൻ തന്നെയാണ്. ഇനി ആരും എടുക്കുന്ന സമയത്ത് G04 എടുക്കാതെ G04S എടുത്തു കഴിഞ്ഞാൽ ക്യാമറയിൽ കുറച്ചും കൂടെ ബെറ്റർ ആയിട്ടുള്ള ക്വാളിറ്റി ക്യാമറയിൽ നമുക്ക് കിട്ടുന്നതായിരിക്കും. അത് മാത്രമേ വ്യത്യാസം വരുന്നുള്ളൂ. സോ അതിനാണ് ഇപ്പോൾ മോട്ടറോള പുതിയൊരു ഫോൺ ഇറക്കിയിട്ടുള്ളത്. S എന്ന വേരിയൻറ്റിൽ ആ ഒരു ക്യാമറയിൽ മാത്രം എനിക്ക് തോന്നുന്നു ആ സമയത്ത് ഇറക്കുമ്പോൾ അവർക്ക് അതൊരു പോരായ്മയായിട്ട് തോന്നിയിട്ടുണ്ടാവാം. അതുകൊണ്ടായിരിക്കും പിന്നീട് ആ ഒരു ക്യാമറ കൂടെ കൊടുത്തിട്ട് പുതിയ ഫോൺ അതും സെയിം പ്രൈസ് റേഞ്ചിൽ തന്നെ ലോഞ്ച് ചെയ്ത് പ്രൈസ് കൂടിയിട്ടൊന്നും തന്നെ ഇല്ല. അപ്പോൾ ഇതിനെടുക്കുന്നുണ്ടെങ്കിൽ G04S തന്നെ പോയിട്ട് എടുക്കാം. നല്ലൊരു വേർത്തായിട്ടുള്ള വാല്യൂ ഫോർ മണി ആയിട്ടുള്ള ഫോൺ തന്നെയാണ്. അപ്പം ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയെന്ന് പ്രതീക്ഷിക്കുന്നു. ദിസ് ഈസ് ഫ്രം അഭിനവ് സൈനിങ് ഓഫ്. ബൈ.